ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് നന്നായിട്ട് വൃത്തിയാക്കിയ 200 ഗ്രാം ചെമ്മീനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് ലൈം ജ്യൂസ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്കിനി ഈ ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചെറിയ ചെറിയ ചെമ്മീനാണ്, അത് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് സവാള കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. സവാളയെല്ലാം നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. നമുക്കിനി ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് തക്കാളിയൊക്കെ വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും നമ്മൾ ഒരു 1/2 സ്പൂൺ മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരണം, അതിൻ്റെ പച്ചമണം എല്ലാം മാറി വരട്ടെ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴേക്കും നമുക്കൊരു 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവിയൊക്കെ പെട്ടെന്ന് തന്നെ കുറുകി വരും. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചെമ്മീൻ റോസ്റ്റ് ഇഷ്ടമല്ലാത്ത ആരാണുള്ളതല്ലേ? ഈ ഒരൊറ്റ റോസ്റ്റ് മതി നമുക്ക് ഒരു പറ ചോറുണ്ണാനായിട്ട്.